ശാരി ഉണ്ണി ആറ്റിങ്ങൽ. മഞ്ഞളൂർ ഗ്രാമത്തിലെ ഹൈസ്കൂളിലേക്കുള്ള സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങിയതായിരുന്നു. കൊടുവായൂരിലെ ഹൈസ്കൂളിൽ കുറച്ച് വർഷങ്ങളായല്ലോ, ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് വെച്ചു. കൊടുവായൂർ പാലക്കാട് ജില്ലയിലെ വലിയ ഹൈസ്കൂളുകളിൽ ഒന്നാണ്. കൂടുതൽ കുട്ടികളും അധ്യാപകരും ഉള്ള ഒരു സ്കൂൾ. പാലക്കാട്ടേക്ക് പോകാനും വരാനും ബസ് സൗകര്യമുള്ള ഒരു സ്ഥലം. റോഡിൻ്റെ വലതുവശത്താണ് സ്കൂൾ. ബസ്സിറങ്ങിയാൽ ഒട്ടും നടക്കാനില്ല. അവിടെ 2 വർഷം ജോലി ചെയ്തപ്പോൾ തോന്നി ഒരു ട്രാൻസ്ഫർ അപേക്ഷ കൊടുക്കാം. മഞ്ഞളൂർ ഹൈസ്കൂൾ അത്ര വലിയ സ്കൂളൊന്നുമല്ല, എന്നാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു പുതിയ സ്ഥലം കൂടി പരിചയപ്പെടാം. കുറച്ചുകൂടി ഉൾനാടൻ പ്രദേശം, അധികം വിദ്യാസമ്പന്നർ ഇല്ലാത്ത പ്രദേശം, കുറച്ചുകൂടി കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇടതിങ്ങി പാർക്കുന്ന ഒരു ഗ്രാമം. പലരും പറഞ്ഞു കേട്ട അറിവാണത്. അധ്യാപക സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൽ പോയിട്ടുണ്ട്. യാത്രാ സൗകര്യമൊക്കെയുണ്ട്. പാലക്കാട്ടേക്ക് ബസ് അടിക്കടിയുണ്ട്. എല്ലാ ബസ്സുകളും കൊടുവായൂർ വഴിയാണ് പോകുന്നതെന്ന് മാത്രം. എല്ലാ പേരും വഴക്കു പറഞ്ഞു. ഈ നല്ല സ്കൂൾ വിട്ട് മാഷ് എന്തിനാണിപ്പോൾ മഞ്ഞളൂർക്ക് മാറിപ്പോകുന്നേ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊന്നുമില്ല. ഒരു വ്യത്യാസമുണ്ടാവട്ടെ എന്നൊരാഗ്രഹം. അടുത്ത വർഷം എനിക്ക് ഇങ്ങോട്ടോ ആലത്തൂരോ എവിടെ വേണേലും വരാലോ. ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അവിടെ ഇപ്പോൾ ഷിഫ്റ്റാണല്ലോ. അധ്യാപനം തൊഴിലാണെങ്കിലും രചനാമണ്ഡലം തൻ്റെ ജീവവായുവാണ്. അതിനായി കുറച്ചധികം സമയം തനിക്ക് വേണം. അങ്ങനെ മഞ്ഞളൂർക്ക് വന്നു. കൊടുവായൂരിൽ നിന്നും പോയി വരാവുന്ന ദൂരമേയുള്ളൂ. ആദ്യം മനസ്സിൽ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരുന്നു ട്രാൻസ്ഫർ അപേക്ഷ കൊടുത്തത്. വർക്കലയുള്ള ശിവരാമൻ മാഷായിരുന്നു ഹെഡ് മാസ്റ്റർ. താൻ BA പഠിക്കുമ്പോൾ മാഷ് അവിടെ MA ഫൈനലിലായിരുന്നു. MA പഠിച്ചിറങ്ങിയ ശേഷം പിന്നെ ആശാനെ കണ്ടിട്ടേയില്ല. താൻ ഉദയൻകുളങ്ങരയും ശിവരാമൻ വർക്കലക്കാരനും ആയതുകൊണ്ടുള്ള ബന്ധം മാത്രമല്ല. ശിവരാമനും താനും വിശ്വസിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടായിരുന്നു. കോളേജിൽ താനൊരു മുഴുവൻ സമയം SFI പ്രവർത്തകനായിരുന്നു എന്ന് മാത്രം. ശിവരാമൻ മാഷിനെ MS ജംഗ്ഷനിലെ SF-ൻ്റെ യോഗത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ഒരു കേൾവിക്കാരിൽ ഒരാൾ, ഒരു കറതീർന്ന അനുഭാവി മാത്രം. എന്നാലും മാഷിന് ഒരു കുറ്റവും പറയാനാവുന്നില്ല. അനുഭാവിയാണല്ലോ. പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ ചവിട്ടുപടികൾ സാവധാനം കയറി വന്നുകൊള്ളും. അത് അദ്ദേഹം താമസിക്കുന്ന വർക്കലയുടെ പ്രാദേശിക പാർട്ടി നേതൃത്വം നോക്കിക്കൊള്ളും. എന്നാൽ പാലക്കാട്ട് കൊടുവായൂരിലേക്ക് തത്തമംഗലത്തു നിന്നും ട്രാൻസ്ഫർ വാങ്ങി വന്നപ്പോഴാണ് ശിവരാമ മാഷാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്നറിഞ്ഞത്. മാഷ് വർക്കല വിട്ടിട്ട് 10-27 വർഷങ്ങളായി. വൈഫും കൊടുവായൂരിൽ തന്നെ ടീച്ചറായി ജോലി ചെയ്യുന്നു. മാഷിപ്പോൾ വർക്കലക്കാരനല്ല, കൊടുവായൂർക്കാരനാണ്. സ്വന്തമായി ഒരു വീടും പറമ്പുമുണ്ട്. 2 കുട്ടികൾ. ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലി നോക്കുന്നു. ഇളയ മകൻ MA ലിറ്ററേച്ചർ ഫൈനൽ ഇയർ, പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്നു. മഞ്ഞളൂർ ഒരു ഗ്രാമം തന്നെ. ചില്ലറ കടകളും മറ്റും ഉള്ള ഒരു ചെറിയ പ്രദേശം. പട്ടണമായി വികസിച്ചിട്ടില്ല. തെക്കുവടക്കായി പരന്നു കിടക്കുന്ന പാടങ്ങളും അതിന് ഒത്ത നടുവിലൂടെ വെട്ടിയൊരുക്കിയിട്ടുള്ള മലമ്പുഴ കനാൽ. അതിൽ വെള്ളം എപ്പോഴും ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ വരൾച്ച വരുമ്പോൾ കനാലിൽ കൂടി വെള്ളം കൂടുതൽ ഒഴുക്കി പാടശേഖരങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള സൗകര്യം കനാലിൽ ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ പാടങ്ങൾക്ക് കിഴക്കുവശമാണ്. പനകളെ കൊണ്ട് നിറഞ്ഞ ആ പ്രദേശം വളരെ വിശാലമാണെങ്കിലും എല്ലാ കെട്ടിടങ്ങളും പൂർത്തിയായിട്ടില്ല. കുട്ടികൾ കൂടുതലുണ്ട് താനും. അതിനാലാണ് ഷിഫ്റ്റ് ഏർപ്പെടുത്തിയത്. കെട്ടിടങ്ങൾ 2 എണ്ണം അടുത്ത സ്കൂൾ വർഷം പൂർത്തിയാകുമെന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ഷിഫ്റ്റ് അവസാനിച്ചേക്കും. സ്കൂളിൻ്റെ സ്ഥലം കഴിഞ്ഞാൽ കുറച്ച് നല്ല കെട്ടിടങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് കാട് പിടിച്ച സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് റോഡിലാണ്. റോഡിൻ്റെ മറുവശം പാടങ്ങൾ മാത്രം. പാടത്തിൻ്റെ നടുക്ക് വാഹനങ്ങൾ പോകാവുന്ന ടാറിടാത്ത പാത ചെന്ന് അവസാനിക്കുന്നതിന് ഇടതുവശത്ത് 2-3 നില കെട്ടിടങ്ങൾ കാണാം. പിന്നീട് കുറച്ച് കടകൾ. ആകെ കൊണ്ട് ഒരു നല്ല ഗ്രാമാന്തരീക്ഷം. സ്കൂളിൽ ചെന്ന് ജോയിൻ ചെയ്തിട്ട് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. മിക്കവാറും പരിചയക്കാർ തന്നെ. അധ്യാപക സംഘടനാ മീറ്റിങ്ങുകളിലും സബ് ജില്ലാ കമ്മിറ്റികളിലും പങ്കെടുക്കുന്നവരാണ്. ഈ മാഷെന്തോ പണിയാണി കാണിച്ചത്. കൊടുവായൂരിലെ സ്കൂളിൽ നിന്ന് ഈ കാട്ടി പള്ളിക്കൂടത്തിൽ വരാൻ എന്താ ഇപ്പോൾ പറ്റിയത്? ഒന്നുമില്ല ഇഷ്ടാ. എന്നും ഒരു സ്കൂളിലിരുന്നാൽ പാലക്കാടൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? അതിനൊരു വർഷം ഒരു സ്കൂൾ എന്നാണ് കണക്ക്. കൊച്ചുങ്ങളൊക്കെ എങ്ങനെ വല്ലതും 4 അക്ഷരം പഠിക്കുമോ? അതോ പഠിക്കും. പഠിക്കാൻ പോണത് മാഷാണെന്ന് മാത്രം. നമുക്ക് നമ്മുടെ ജോലി തീർക്കാം. അവരുടെ ജോലി അവരും തീർക്കട്ടെ. എങ്ങനെ മാഷേ, കൊടുവായൂരിന്ന് പോയിട്ട് വരാൻ തന്നെയാണോ പ്ലാൻ? അങ്ങനെയാണ് ഉദ്ദേശം. സ്കൂട്ടർ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. അതൊന്നും വേണ്ടെന്നേ. ബസ്സിൽ കയറിയാൽ ഒരു 10 മിനിറ്റ് അത്രയല്ലേ വേണ്ടൂ. എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും പരിചയപ്പെട്ടു. പകുതിയിലധികം പേരും എംപ്ലോയ്മെൻറ്റ് ഹാൻഡ്സാണ്. കുഴപ്പമില്ല. ഉച്ചയ്ക്കുള്ള അധ്യാപകർ ഉച്ചയ്ക്ക് എത്തിയാൽ മതി. രാവിലെ ഉള്ളവർ രാവിലെയും. അത്തരത്തിലാണ് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ മാസവും റൊട്ടേറ്റ് ചെയ്തു വരുമെന്ന് മാത്രം. രാവിലത്തെ ഷിഫ്റ്റ് 8 മണിക്ക് തുടങ്ങി 1 മണിക്ക് അവസാനിക്കും. ഉച്ചയ്ക്ക് ഷിഫ്റ്റ് 1:30-ക്ക് തുടങ്ങി 4:30-ക്ക് അവസാനിക്കുന്നു. ഹെഡ് മിസ്ട്രസ് കാവല്ലൂരിൽ നിന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും അധ്യാപകർ തന്നെ.
കാവലൂർ പോയിട്ട് വരാനുള്ള പ്രയാസം കൊണ്ട് ഹെഡ് മിസ്ട്രസ് അടുത്തൊരു വീട്ടിൽ കൂടിയാണ് താമസം. സ്കൂളിൽ ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ മാഷായി വന്നിരിക്കുന്നു. കുട്ടികളുടെ ഇടയിൽ ഒരു പാട്ടായി. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും തൻ്റെ കഥകൾ കൂടി പഠിപ്പിക്കാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് പ്രചാരണത്തിൻ്റെ ശക്തി കൂടി. രക്ഷാകർത്താക്കൾക്കും താനൊരു കാഴ്ചവസ്തുവായി മാറുന്നോ എന്ന് സംശയം വകവച്ചില്ല. തൻ്റെ കഥ താൻ തന്നെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണല്ലോ. അതൊന്നും സാരമില്ല, എല്ലാ സ്കൂളിലും ഇതൊക്കെ താൻ കൈകാര്യം ചെയ്തതാണല്ലോ. എല്ലാ രക്ഷാകർത്താക്കളും നേരിട്ട് വന്ന് പരിചയപ്പെട്ടു. മലയാള രാജ്യം വാരികയിൽ തൻ്റെ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് വായിക്കുന്ന രക്ഷാകർത്താക്കളും ചിലരുണ്ടായിരുന്നു. അപ്പോൾ കരുതി, അത്ര ഓണം കയറാ മൂലയൊന്നുമല്ല ഈ ഗ്രാമം. സ്കൂളിൻ്റെ വളർച്ചയെ കുറിച്ചൊന്നും അധ്യാപകർക്ക് ആശങ്കയൊന്നുമില്ല. അതെല്ലാം അങ്ങ് മുറപ്പോലെ നടക്കും. തനിക്ക് 10B ഡിവിഷൻ്റെ ക്ലാസ് ചാർജ് കൂടി തന്നിരിക്കുന്നു. സാധാരണ ഭാഷാധ്യാപകർക്ക് ക്ലാസ് ചാർജ് കൊടുക്കുന്ന പതിവില്ലാത്തതാണ്. പക്ഷേ അതൊക്കെ പണ്ട് കാലം. ഭാഷാധ്യാപകരുടെ പേരുകൾ പോലും ഹൈസ്കൂൾ അധ്യാപകരുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ എഴുതി ചേർക്കുകയില്ലായിരുന്നു. ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർ അധകൃത വർഗത്തിൽപ്പെട്ടവരെന്ന ധാരണയായിരുന്നു എല്ലാ പേർക്കും ഉണ്ടായിരുന്നത്. തൻ്റെ കോളേജ് പഠനകാലത്താണ് അതിനൊരു അന്ത്യം കൊണ്ടുവരാൻ സാധിച്ചതെന്ന കാര്യം അഭിമാനത്തോടെ ഓർക്കുന്നു. മലയാളം BA വിദ്യാർത്ഥി സംഘടനയാണ് അതിന് മുൻകൈയെടുത്തത്. 2 വർഷം പ്രീ ഡിഗ്രിക്കും 3 വർഷം ഡിഗ്രിയും എടുത്ത് പുറത്തിറങ്ങുന്ന ഒരു അധ്യാപകന് ഫിസിക്സും കെമിസ്ട്രിയും മെയിനെടുത്ത് പഠിക്കുന്നവരെ പോലെ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന കാര്യം മറന്നുകൊണ്ടാണ് ഈ വിഭാഗീയത വളർത്തുന്നത്. കാരണം അതിലൊരു ചെറിയ തെറ്റ് ഭാഷാധ്യാപകരുടെ ഭാഗത്തുമുണ്ട്. 5 വർഷം കോളേജിൽ ചേർന്ന് പഠിച്ച് ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങുന്നവർക്കും സമയം കിട്ടുമ്പോൾ വീട്ടിലിരുന്ന് പഠിച്ച് വിദ്വാൻ പരീക്ഷ ജയിക്കുന്നവർക്കും ഒരുപോലെ ഹൈസ്കൂൾ അധ്യാപകരായി നിയമനം ലഭിക്കുന്ന വ്യവസ്ഥ. അതാണ് ഗ്രാജുവേറ്റ് ടീച്ചർമാരുടെ പട്ടികയിൽ ലാംഗ്വേജ് ടീച്ചർ ഉൾപ്പെടുത്താത്തത്. ഈ നീതിയില്ലായ്മയ്ക്കെതിരെയായിരുന്നു BA വിദ്യാർത്ഥി സംഘടനക്കാർ സമരം ചെയ്തത്. സംഘടനയുടെ കേരള സംസ്ഥാന കൺവീനർ താനായിരുന്നു. സംഘടനയുടെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. പ്രൊഫസർ N കൃഷ്ണപിള്ള, ജോർജ് വല്ലാട്ട് തുടങ്ങിയവരായിരുന്നു പ്രാസംഗികർ. ആ വേദിയിൽ വെച്ച് തന്നെ സംഘടന ചൂണ്ടിക്കാട്ടിയ അപാകത പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അത് നടപ്പിലാക്കുകയും ചെയ്തു. HSAമാരായി ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനെ മാത്രം നിയമിക്കാനും അവരുടെ അഭാവത്തിൽ മാത്രമേ വിദ്വാൻകാരെ പരിഗണിക്കേണ്ടൂ എന്ന ഉത്തരവും പുറപ്പെടുവിച്ചു. പിൽക്കാലത്ത് ഈ അപാകത ചൂണ്ടിക്കാട്ടിയാണ് ലിറ്ററേച്ചർ എടുത്തു പഠിച്ചവർ സമരരംഗത്ത് വന്നത്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയവർ ആയിരിക്കണം. അത് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തു. ഏത് വിഷയം ഐച്ഛികമായെടുത്ത് പഠിക്കുന്നുവോ ആ വിഷയം പഠിപ്പിച്ചാൽ മതി. അതോടെ ലിറ്ററേച്ചർ എടുത്ത് അലഞ്ഞു നടന്നിരുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ അധ്യാപകരായി PSC നിയമനം ലഭിച്ചു. സ്കൂളിൻ്റെ 2 ഷെഡുകൾ പനയോല കൊണ്ടുള്ള മേൽക്കൂരയായിരുന്നു. പാടശേഖരങ്ങളിൽ നിന്നും കാറ്റ് വീശിയടിക്കുമ്പോൾ പനയോലകൾ കിരുക്കിരുത്ത ശബ്ദം പുറപ്പെടുവിക്കുമെന്നേയുള്ളൂ. അടുത്ത സ്കൂൾ വർഷം മേൽക്കൂര പനയോല മാറ്റി ആസ്പെറ്റോസ് ആകുമെന്ന് പറയുന്നു. ഒരു കണക്കിന് അത് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചൂട് സഹിക്കാനാവൂല. കൊടുവായൂരിൽ 2-3 ഷെഡുകൾ ആസ്പെറ്റോസ് ഇട്ടതാണ്. ചൂട് താങ്ങാനാവൂല. ഇതിപ്പോൾ പനമ്പട്ടകളുടെ കിരിക്കിരിപ്പേ ഉള്ളൂ. ചൂട് തീരെയില്ല. പാലക്കാട് പൊതുവെ വേനൽ കടുക്കുന്ന സ്ഥലം കൂടിയാണല്ലോ. തൻ്റെ ക്ലാസ് ഷെഡിലല്ലെങ്കിലും അവിടെയും ക്ലാസ്സുണ്ട്. 8ഉം 9ഉം ക്ലാസ്സുകൾ അവിടെ ഉണ്ടല്ലോ. 10 ആകെ 4 ഡിവിഷനുകളാണ്. 10A സീനിയർ അസിസ്റ്റന്റ് റസിയ BV ടീച്ചർക്കാണ്. അവളും മഞ്ഞളൂർക്കാരിയല്ല, തൃശ്ശൂരാണ് സ്വദേശം. ഭർത്താവ് വെറ്റിനറി ഡോക്ടർ, പാലക്കാട് വെറ്റിനറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ദിവസേന പാലക്കാട് നിന്നും പോയി വരുന്നു. മക്കളെല്ലാം പാലക്കാട് റോയൽ സ്കൂളിൽ പഠിക്കുന്നു. 10Bയിലെ ക്ലാസ് ടീച്ചർ കുട്ടപ്പൻ മാഷാണ്. മാഷിൻ്റെ സ്ഥലം ശാസ്താംകോട്ടയാണ്. വൈഫും ടീച്ചറാണ്. അവർ കൊടുവായൂർ സ്കൂളിലുണ്ട്. തനിക്കറിയുകയും ചെയ്യാം. 10Cയിലെ ക്ലാസ് ടീച്ചർ തങ്കമ്മാൾ എന്ന ബ്രാഹ്മണ സ്ത്രീയാണ്. അവർ കൽപ്പാത്തി ഗ്രാമത്തിലാണ് താമസം. ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ നോക്കുമ്പോൾ മഞ്ഞളൂർ ഹൈസ്കൂളിൽ മഞ്ഞളൂർക്കാരുമില്ല. പിന്നെ എങ്ങനെ സ്കൂളിനോട് സിൻസിരിറ്റി കാണും? കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെ കരുതുന്നതും അത്ര ശരിയല്ല. വേഷം കെട്ടിയാൽ കാണുന്നവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന വിധത്തിൽ ആടണം. വേഷം കെട്ടുന്നത് കണ്ണാടി നോക്കി ആസ്വദിക്കാനല്ലോ. അതുപോലെ അധ്യാപകൻ്റെ ചോറ് സ്കൂളാണ്. അവിടെയുള്ള കുട്ടികളാണ്. അവരെ അവിടെയുള്ള അധ്യാപകർ ഒരുക്കുന്ന ഭൗതിക സാഹചര്യങ്ങളിലായിരിക്കണം പഠനം. അത് നാം കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. സ്റ്റാഫ് മീറ്റിംഗ് കൂടുന്ന ദിവസം എല്ലാ അധ്യാപകരും വൈകിട്ട് ഒരുമിച്ച് എത്തിച്ചേരണം. രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞവർ വീടുകളിൽ പോയി ഊണ് കഴിച്ചിട്ട് തിരിച്ചു വരണം. വൈകിട്ട് 3-3:30 സാധാരണ മീറ്റിംഗ് കൂടാറുള്ളൂ. ആർക്കും പരാതിയില്ലാത്ത വിധത്തിലാവും സ്റ്റാഫ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. ഏതായാലും സ്കൂൾ ഒരുവിധം ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുവാൻ ഹെഡ് മിസ്ട്രസിന് കഴിയുന്നുണ്ട്. 10ാം സ്റ്റാൻഡേർഡിലെ റിസൾട്ട് കഴിഞ്ഞ വർഷവും സ്ലേറ്റ് ആവറേജിനേക്കാളും താഴെയായിരുന്നു എന്നത് ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഇൻസ്പെക്ഷന് DEO വന്നപ്പോൾ ഒത്തിരി വഴക്കു പറഞ്ഞു. ഫുൾ പാസ് മേടിക്കണമെന്ന് പറയുന്നില്ല. സ്റ്റേറ്റ്
ആവറേജിനേക്കാൾ 5% കൂടുതൽ വാങ്ങുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ സ്റ്റാഫിനെ വിളിച്ചു കൂട്ടി പറഞ്ഞു. എല്ലാ പേരും കേട്ടിരുന്നു. ആരും പഠിപ്പിക്കുവാൻ മോശമല്ല, കുട്ടികൾ പഠിക്കുവാനും മോശമല്ല. പിന്നെ എവിടെയാണ് തകരാറ്? എവിടെയോ തകരാറ് കാണണമല്ലോ, അല്ലെങ്കിൽ ഭേദപ്പെട്ട റിസൾട്ട് കിട്ടുമായിരുന്നല്ലോ. എന്താ ശരിയല്ലേ? DEO പറഞ്ഞത് വാസ്തവമല്ലേ? അപ്പോൾ ഒരു പുതിയ കൂട്ടായ്മയോടെ, ഒരു ലക്ഷ്യത്തോടെ നമുക്കൊന്ന് ആഞ്ഞു പിടിക്കണം. പിടിച്ചേ തീരൂ. പക്ഷേ അതെങ്ങനെയാണ്? നാം പഠിപ്പിക്കാതെ ഇരിക്കുന്നില്ല. അവർ പഠിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ല. മന്ത്ലി ടെസ്റ്റ് ഒരു ചടങ്ങു മാത്രമാണല്ലോ. ഒരു ക്ലാസ്സിലുള്ള 10-40 കുട്ടികൾ ഞെങ്ങി ഇരുന്നെഴുതുന്ന മന്ത്ലി ടെസ്റ്റ് 8-നും 9-നും അവധി നൽകി ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ എന്ന രീതിയിലോ? അല്ലാത്ത പക്ഷം ക്വസ്റ്റ്യൻ എടുത്ത ശേഷം തണലുള്ള സ്ഥലങ്ങളിൽ പോയി ഇരുന്ന് പരീക്ഷ എഴുതണം. എന്നാലേ നമുക്ക് അസസ് ചെയ്യാൻ കഴിയൂ. ഇനിയുമുണ്ട് കാര്യങ്ങൾ. പഠന സൗകര്യം കുറവായ കുട്ടികൾക്ക് നാം ഇവിടെ പബ്ലിക് പരീക്ഷയ്ക്ക് 1 മാസം മുൻപേ പഠന സൗകര്യം ഒരുക്കണം. നമുക്ക് പാരൻസ് ടീച്ചർ അസോസിയേഷൻ്റെയും കൂടി സഹായം ആവശ്യപ്പെടാം. എല്ലാ പേരും അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഈ മഞ്ഞളൂർ വിദ്യാലയത്തെ ഈ ജില്ലയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാലയമാക്കി മാറ്റാം. സ്റ്റാഫ് കൗൺസിലിൽ താൻ പറഞ്ഞത് എല്ലാ പേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിലർ താൻ തമാശ പറയുകയാണെന്നും ചിലർ ഇതൊന്നും നടക്കുകയില്ലെന്നും ചിലർ ഒന്ന് പരീക്ഷ നോക്കി കളയാമെന്നും പറഞ്ഞു. ഹെഡ് മിസ്ട്രസ് ശശികുമാരി അമ്മ ടീച്ചർ അതിശയത്തോടെ തന്നെ നോക്കിയിരുന്നതല്ലാതെ ഒരക്ഷരം ശബ്ദിച്ചില്ല. ഒരു സാഹിത്യകാരനായ ഈ മനുഷ്യനിപ്പോൾ ഈ സ്കൂൾ നന്നാക്കിയേ തീരൂന്ന് എന്തത്ര നിർബന്ധം? മിക്ക ടീച്ചർമാരുടെയും മനോനില മനസ്സിലാക്കാൻ പ്രയാസമില്ല. എന്തായാലും താൻ പറഞ്ഞ പരീക്ഷണങ്ങൾ ഒന്ന് നടത്തി നോക്കാൻ തന്നെ സ്റ്റാഫ് കൗൺസിൽ തീരുമാനിച്ചു. അതിൻ്റെ ചുമതല സീനിയർ അസിസ്റ്റൻറ്റിന് നൽകാനും തീരുമാനിച്ചു. ഇതൊരു വലിയ ജോലിയാണ്. ഞാനൊരു സഹായിയായി കൂടാമെന്നല്ലാതെ മാഷന്മാരിൽ ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് കുട്ടപ്പൻ മാഷാണ്. മാഷാവുമ്പോൾ സ്കൂളിൽ 2-3 വർഷമായി ജോലി നോക്കുന്ന ആളും കൂടിയാണല്ലോ. അങ്ങനെ ചുമതല എല്ലാ പേരും കൂടി കുട്ടപ്പൻ മാഷിനെ ഏൽപ്പിച്ചു. മാഷ് എതിർത്തൊന്നും പറഞ്ഞില്ല. എല്ലാ പേരും കൂടി ഒത്തുശ്രമിച്ചാൽ നമുക്ക് ഒരു കര പറ്റിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം മുന്നിൽ ബാബു മാഷ് ഉണ്ടാവണം. അഭിപ്രായം പറഞ്ഞിട്ട് ഒരിക്കലും മാറി നിൽക്കരുത്. ഒരിക്കലുമില്ല. ഞാൻ കുട്ടപ്പൻ മാഷിനോടൊപ്പം ഉണ്ടാകും. എന്ത്, എങ്ങനെ, എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ റെഡി. പക്ഷേ ഇതൊരു മിക്സഡ് സ്കൂളാണ്. 10-ൽ പകുതിയോളം പേർ പെൺകുട്ടികളും. അതിനാൽ അധ്യാപികമാർ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് തീരെ ശരിയല്ല. കൂട്ടുത്തരവാദിത്തവും കൂട്ടായ പ്രവർത്തനവും നമ്മിലുണ്ടായാലേ അത് സാധ്യമാകൂ. റിസൾട്ട് ഒന്ന് മെച്ചപ്പെടുത്താൻ തന്നെ എല്ലാ അധ്യാപകരും കൂടി ശ്രമിക്കാമെന്ന തീരുമാനം സ്റ്റാഫ് കൗൺസിൽ എടുത്തു. ഇനി വേണ്ടത് പാരൻസിൻ്റെ കാര്യമാണ്. അതിനായി 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പാരൻസിനെ, അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടുന്നതിന് തീരുമാനിച്ചു. ഇപ്പോൾ തന്നെ പാരൻസ് ടീച്ചർ അസോസിയേഷൻ ഉണ്ടെങ്കിലും അതൊരു പേരിന് വെച്ചിരിക്കുന്നു എന്നല്ലാതെ അതൊരു ഇഫക്റ്റീവ് PTA ആയിരുന്നില്ല. അതൊന്ന് പുനഃക്രമീകരിക്കണം. കുറച്ച് സമയം സ്കൂളിന് വേണ്ടി കണ്ടെത്താവുന്ന ആൾക്കാരാണ് ആവശ്യം. സ്കൂളിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലഘുവായി ഒരു വിവരണവും അതിൻ്റെ ഉദ്ദേശവും വിശദീകരിക്കാൻ ഹെഡ് മിസ്ട്രസ് സീനിയർ അസിസ്റ്റൻറ്റിനെ ഏൽപ്പിച്ചു. സീനിയർ അത് കുട്ടപ്പൻ സാർ തൻ്റെ പിടിയിലാക്കി കൈ കഴുകുകയും ചെയ്തു. എന്താ പോരെ? ഞാനിവിടെ പുതിയതായി ജോയിൻ ചെയ്ത ഒരു ജൂനിയർ അധ്യാപകനല്ലേ. എന്നെക്കാളും സീനിയറായി എത്ര പേരുണ്ട് ഇവിടെ? കാര്യം ശരി തന്നെ. പക്ഷേ ബാബു മാഷെ പോലെ സംസാരിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് കുറവാണ്. സംഘടനാ പ്രവർത്തനം വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞങ്ങളത് അറിഞ്ഞിട്ടുള്ളതല്ലേ. മാഷ് തന്നെയാണ് യോഗ്യൻ എല്ലാം കൊണ്ടും. ഒന്നുമില്ലെങ്കിലും ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനല്ലേ. ഒന്നും മിണ്ടിയില്ല. സംസാരിക്കാമെന്നേറ്റു. എല്ലാ പേരും പുകഴ്ത്തിയത് കൊണ്ടൊന്നുമല്ല. നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ ഇന്ന് 10-ലുള്ളവരിൽ പകുതി പേരെങ്കിലും ജയിക്കുമെന്നുറപ്പ്. അനുസരണശീലമുള്ള കുട്ടികൾ. അവർക്ക് എങ്ങനെ പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അത് നമുക്ക് പരിഹരിക്കാം. 10ലെ രക്ഷാകർത്താക്കളെ വിളിച്ചു കൂട്ടുവാനുള്ള തീരുമാനം ആ സ്കൂളിലെ ആദ്യ സംഭവമായിരുന്നു. അതുവരെ നാട്ടുകാർ കരുതിയിരുന്നത് ഒരു സ്കൂൾ, അവിടെ കുറച്ച് മാഷുമാർ. അവരുടെ മുന്നിലേക്ക് അവർക്ക് വേണ്ടി തങ്ങളുടെ കുട്ടികളെ അയച്ചു കൊടുക്കുന്നു. അവർക്കും ജീവിക്കേണ്ടേ? പാവം മാഷന്മാർ. 10ലെ കുട്ടികളുടെ വീടുകളിൽ കുട്ടികൾ മുഖാന്തരം നോട്ടീസുകൾ എത്തിച്ചു. അത് കടകളിലും തെരുവുകളിലുമൊക്കെ ചർച്ചയായി. അവിടെ ഒരു പുതിയ മാഷ് വന്നിട്ടുണ്ടേ, വലിയ സാഹിത്യകാരൻ. പിള്ളേരോട് വലിയ സ്നേഹമാണ്. പുള്ളീൻ്റെ പണിയാണെന്നാണ് ചായ കുടിക്കാനെത്തിയ രാജൻ മാഷ് പറഞ്ഞത്. ചാലക്കുടിക്കാരൻ ബാപ്പുട്ടി പറഞ്ഞു. ഇന്നിപ്പോൾ മറ്റന്നാ കടയും തുറക്കാൻ പറ്റില്ല എന്ന്. നമുക്ക് പോണ്ടേ? വിവാത്തു ഓള് 10ലല്ലേ. കൊള്ളാം. അപ്പോൾ ഞങ്ങളുടെ ചായക്കുടി മുട്ടുമല്ലോ. ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ചായയല്ലേ മാഷേ മുടങ്ങൂ. എന്നാലേ കൊണ്ട് നിങ്ങൾ സഹിച്ചോളിന്ന്. എന്നാലും സ്കൂളിലൊന്നും പോകണ്ടേ? പറ്റൂല. ബിപാത്ത് വരെ നിർബന്ധമെന്ന് വെച്ചാൽ നിർബന്ധം. പ്രതീക്ഷിച്ചത് കുറച്ച് രക്ഷാകർത്താക്കളെ വരുള്ളൂ എന്നാണ്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. എല്ലാ രക്ഷാകർത്താക്കളും വന്നത് അധ്യാപകരെ പോലും അമ്പരിപ്പിച്ച് കളഞ്ഞു. ക്ലാസ്സുകൾ വേർതിരിച്ച് വെച്ചിരുന്ന തട്ടികൾ മുഴുവനും ചുമരിനോട് ചേർത്ത് വച്ചിട്ടും രക്ഷാകർത്താക്കൾക്ക് വരാന്തയിൽ ബെഞ്ചിട്ട് കൊടുക്കേണ്ടി വന്നു. സ്കൂളിലെ ആംപ്ലിപ്ലയറും മൈക്കും എടുത്ത് നേരത്തെ വച്ചിരുന്നത് രക്ഷയായി. PTA പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു.
യോഗത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ഹെഡ്മിസ്ട്രസും സ്റ്റാഫ് സെക്രട്ടറി വത്സല ടീച്ചറും സംസാരിച്ചു. ഇത്തരം ഒരു യോഗം വിളിച്ചു ചേർത്തതിൽ PTA പ്രസിഡന്റ് മധുസൂദനൻ നായരും അധ്യാപകരെ പ്രശംസിച്ചു. യോഗത്തിൻ്റെ ലക്ഷ്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ബാബു മാഷെ ഹെഡ്മിസ്ട്രസ് ക്ഷണിച്ചു. ഈ വർഷം ഇവിടെ ട്രാൻസ്ഫർ ആയി വന്ന ആളാണ് ബാബു മാഷ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് മാഷ്. ധാരാളം റേഡിയോ നാടകങ്ങൾ ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ഈ രക്ഷാകർത്താക്കളെ വിളിച്ചു കൂട്ടണമെന്നുള്ള ആശയം സാറിൻ്റേതായിരുന്നു. നമുക്ക് മാഷിനെ ശ്രദ്ധിക്കാം. തിട്ടാമലയിലെ തൻ്റെ പനംപട്ട മേഞ്ഞപ്പുരയിൽ ചാണകം മെഴുകിയ തറയിൽ ചുവരും ചാരിയിരിക്കുകയായിരുന്നു തൻ്റെ മകൾ ജാനു. മുറ്റത്ത് ഉണങ്ങിയ മൃഗക്കൊള്ളികൾ കൊത്തി ഒടിച്ചു നിൽക്കുന്ന സരസുവിനെ നോക്കി ഇടനാഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു രക്ഷകർത്താവ് ചോദിച്ചു, എന്ത് സരസു, നീ സ്കൂളിൽ വരാത്തത്? എൻ്റെ മോളിപ്പോൾ സ്കൂളിൽ പോകണില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നടി, ഒരുപാട് കാര്യങ്ങളാണ് മാഷന്മാർ പറഞ്ഞത്. ഇതിൻ്റെ കണ്ണ് തെളിച്ചു വിടണമെന്ന് ആഗ്രഹമൊക്കെ ഞാനെപ്പോഴും അവരുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ പണിക്ക് പോകണ്ടേ? വീട്ടിൽ വല്ലതും വിട്ട് വേവിക്കാൻ ഇവത്തുങ്ങളുടെ കൂടെ നടന്നാൽ പറ്റുമോ? അവരൊക്കെ ഒന്നും മിണ്ടാതെ നടന്നു പോയി കളഞ്ഞു. താൻ 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ പഠിപ്പ് നിർത്തി അമ്മച്ചിരെയും ചേച്ചിമാരെയും കൂടെ പാടത്ത് പണിക്കിറങ്ങിയതാണ്. കറ്റ പറിക്കാനും കളയെടുക്കാനുമൊക്കെ ആവും മട്ടിൽ ചെയ്തു പഠിച്ചു. 16 തികഞ്ഞ് ഒരു വർഷമാവുന്നതിന് മുന്നേ ഈ മഞ്ഞളൂരിൽ നിന്നും ഒരു മാപ്പിളക്കാരനെ അച്ഛൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. കൊച്ചു പയ്യൻ തന്നെ. തനിക്കും അതെ 16 കഴിഞ്ഞതല്ലേ ഉള്ളൂ. 30 സെൻറ്റ് കരപ്പുരയിടവും അതിലൊരു കൂരയും സ്വന്തമായിട്ടുണ്ട്. ഇത്തിരി സ്ഥലം പാറയുണ്ടെങ്കിലും ബാക്കി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാം. വെള്ളം കോരി വേണം നനയ്ക്കേണ്ടത്. പാറപ്പുറത്തിൻ്റെ താഴെയായി ഒരു ചെറിയ കുളമുണ്ട്. വെള്ളം വറ്റാത്ത കുളം. അയ്യപ്പൻ്റെ വസ്തു വിൽക്കപ്പെട്ടതാണെങ്കിലും അയൽപ്പക്കത്തൊക്കെ വെള്ളം കോരിക്കൊണ്ടു പോകുന്നത് അയ്യപ്പൻ്റെ കുളത്തിൽ നിന്നാണ്. എല്ലാ പേരും പറഞ്ഞ് അതിനെ അയ്യപ്പൻ കുളമെന്നാണ് പറയാറ്. ആരൊക്കെയോ നിർത്തിയാണ് അയ്യപ്പൻ പുരയിടം കുളിപ്പിച്ചത്. 5-8 വാഴയേ ഉള്ളൂ. പാളയംതോടൻ, പിന്നെ പച്ചക്കറികൾ, പാവലും വെണ്ടയുമൊക്കെ നടും. അയ്യപ്പൻ്റെ അച്ഛനും അമ്മയും വേലിക്കൽ കുടുംബത്തിലെ പണിക്കാരാണ്. അവർ രാവിലെ പോയാൽ ഇരുട്ടിയേ വീട്ടിലെത്തൂ. പക്ഷേ അയ്യപ്പൻ പണിക്കൊന്നും പോവില്ല. എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കും. പാടത്ത് പല പ്രാവശ്യം പണിക്ക് കൊണ്ടുപോയതാണ്. പാടത്ത് വന്നാൽ നോക്കിക്കൊണ്ട് നിൽക്കും. തൂമ്പയെടുത്ത് പണിയാതെ നോക്കി നിൽക്കുന്ന ഒരു പണിക്കാരനെ ആരാണ് സഹിക്കുക? പാടത്ത് നിന്ന് അയ്യപ്പൻ്റെ അച്ഛൻ തന്നെ കയറ്റി വിട്ടു. ഒരു ജോലിയും ചെയ്യാത്ത ഇവനെങ്ങനെ ഒരു പെണ്ണിനെ പുലർത്തും? ചിലപ്പോൾ ചെറുക്കനൊരു പെണ്ണ് കെട്ടിയാൽ ഈ സ്വഭാവം മാറുമായിരിക്കും. പിന്നെ അതിനായി ശ്രമം. തരത്തിലൊരു പെണ്ണിനെ ഒത്തുകിട്ടി. കല്യാണം കഴിച്ച് പുരയിൽ കൊണ്ടുവന്നു. ഇനിയും നീ ഇങ്ങനെ വരണവരെ പോണേരും നോക്കിയിരുന്നാലേ നീ മാത്രമല്ല നിൻ്റെ ആ കൊച്ചു പെണ്ണും പട്ടിണിയായി പോകുമേ. അവനൊന്നും മിണ്ടിയില്ല. അയ്യപ്പൻ പണ്ടും ആരോടും ഒരു മറുപടിയും പറയില്ല. എന്ത് ചോദിച്ചാലും അവനൊന്ന് ചിരിച്ചാലായി, അല്ലെങ്കിൽ ഒന്ന് തലയാട്ടിയേക്കും. ചോദിക്കുന്നയാൾ ശങ്കിച്ചു പോകും. ചോദിച്ചതേ അബദ്ധമെന്ന വട്ടിൽ നടന്നു പോയി കളയും. അയ്യപ്പന് ഒരു പണിയും വശമില്ലെന്ന് പറഞ്ഞുകൂടാ. അയ്യപ്പൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച പെണ്ണ് സരസു 10ാം മാസം പ്രസവിച്ചു ഒരു പെൺകുട്ടിയെ. അവൻ കുഞ്ഞിനെ എടുക്കും. പുറത്ത് മരക്കൊമ്പിൽ കെട്ടിയിരിക്കുന്ന തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി ആട്ടി ഉറക്കും. സരസു ആരോടും പരാതി പറയാതെ വേലിക്കൽ കുടുംബത്തിലെ ജോലിക്കാരിയായി. സരസുവിനെ പാടത്ത് പണിക്കയക്കാതെ മധുസൂദനൻ നായർ വീട്ടിലെ അടുക്കള ജോലിക്കാരിയാക്കി. അത്യാവശ്യം അടുക്കള ജോലികളൊക്കെ അവൾക്ക് വശമുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് അവളുടെ അമ്മ പഠിപ്പിച്ചു കൊടുത്തത് ഇപ്പോൾ ഒരു അനുഗ്രഹമായി. പാടത്തെ പണിയേക്കാൾ എത്രയോ നല്ലതാണ് ഈ വീട്ടുവേലയെന്ന് സരസു മനസ്സിൽ കരുതി. വൈകുന്നേരമാകുമ്പോൾ രാത്രി കഴിക്കാനുള്ളതും പിന്നെ വീട്ടുകാർക്ക് അധികം വന്ന ചോറും കറികളും സരസുവിനോട് തന്നെ കൊണ്ടുപോയി കളയാൻ അവിടുത്തെ അമ്മ പറയും. അതെല്ലാം കൂടി ആകുമ്പോൾ തനിക്കും തൻ്റെ ഭർത്താവിനും കൂടെ കഴിക്കാനുള്ളതുണ്ടാകും. അച്ഛനമ്മമാരെ ശല്യപ്പെടുത്താതെ കഴിക്കാം. പെൺകുഞ്ഞ് വളർന്നു വരുന്നത് കാണുമ്പോൾ ആദ്യമാണ്. കമുങ്ങ് വളരുന്ന പോലെയല്ലേ ഇതിൻ്റെയൊക്കെ വളർച്ച. കാണുമ്പോൾ ആദ്യമാണ്. വല്ലവൻ്റെ കൂടെ പറഞ്ഞേക്കാനുള്ളതല്ലേ. എന്തെങ്കിലും കരുതണ്ടേ? വേണം. പിന്നെ എന്തെങ്കിലും കരുതാം. ഭർത്താവ് ഇറങ്ങി 4 ചക്രം സമ്പാദിച്ചു കൊണ്ട് തരുമെന്ന് തോന്നുന്നില്ല. 3 നേരം മൂക്കുമുട്ടെ എന്തെങ്കിലും കഴിക്കണം. കിടന്നുറങ്ങണം. പകൽ എങ്ങനെ കഴിയും? രാത്രി അധിയാനം ഉറങ്ങണമെങ്കിൽ താൻ കൂടെ ചെന്ന് കിടന്നു കൊടുക്കണം. ആകെ അറിയാവുന്ന ജോലി അതൊന്നു മാത്രം. തനിക്കാണെങ്കിൽ വീട്ടിൽ നടുവൊന്ന് നിവർത്താൻ വയ്യാത്ത ജോലിയാണ്. കന്നുകാലികൾക്ക് പുളിങ്കുരു പൊടി കാടിയിൽ തിളപ്പിച്ചു കൊടുക്കണം. അതൊരു വലിയ അണ്ടാവിലാണ് തിളപ്പിക്കേണ്ടത്. കന്നുകൾക്ക് കാടി കൊടുക്കുന്ന ജോലി പോർത്തുകാരനുള്ളതാണ്. വെള്ളം കൊടുത്തു കഴിഞ്ഞ് കാലികളെ പുറത്തേക്ക് ആട്ടിക്കൊണ്ടു പോയാൽ പിന്നീടുള്ള ജോലിയാണ് നടുവൊടിയുന്ന പണി. തൊഴുത്തിലെ ചാണകം വാരി വളക്കുഴിയിൽ തള്ളിയിട്ട് വെള്ളം കോരി കന്നുകളുടെ തൊഴുത്ത് വൃത്തിയാക്കണം. അതിനുശേഷമേ വീട്ടിലെ പുറം ജോലികൾ ആരംഭിക്കൂ. തറവാട്ടുമുറ്റം എന്ന് പറഞ്ഞാൽ അത് തന്നെ 1 ഏക്കർ വരുമെന്ന് തോന്നും. സിമൻറ്റിട്ട തറ. കാറ്റടിച്ച് തേക്കിലെയും മുളയിലെയും വന്ന് നിറഞ്ഞു കിടക്കുന്നത് അടിച്ചുവാരി വൃത്തിയാക്കണം. കൊയ്ത്ത് കറ്റ കൊണ്ടിരുന്ന മുറ്റമാണ്. ചവറുകൾ ഒരില പോലും കാണാൻ പാടില്ല.
പോർത്തുകാരൻ കന്നുകൾക്ക് കാടി കൊടുത്തു കഴിഞ്ഞാൽ അണ്ടാവ് നിറയെ വെള്ളം കോരി നിറയ്ക്കണം. വൈകിട്ട് കന്നുകൾക്കുള്ള പുളിയരി ഉച്ചയ്ക്ക് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അതിനിടയിലാണ് അടുക്കളയ്ക്കുള്ളിലെ ചില ചില്ലറ പണികൾ ചെയ്തു തീർക്കാനുള്ളത്. തേങ്ങ തിരുകി കൊടുക്കണം. പച്ചക്കറികൾ നുറുക്കി കൊടുക്കണം. മീൻ വല്ലതുമുണ്ടെങ്കിൽ അത് അറുത്ത് വൃത്തിയാക്കി കൊടുക്കണം. വൈക്കലും വാങ്ങലുമൊക്കെ ചിന്നമ്മ അമ്മ നോക്കിക്കൊള്ളും. രാവിലെ കാപ്പി തരും. അതിലും ഒരു പങ്ക് പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കും. ഇതിനിടയിൽ സമയമുണ്ടാക്കി ഭർത്താവിൻ്റെ അടുത്തെത്തി കാപ്പി കൊടുക്കും. ദോശയോ ഇഡ്ഡലിയോ ഏതായാലും അതിൽ കുറച്ചെടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ച് വേലിക്കലേക്ക് ഓടും. ഒരു നേരം തന്നെ കണ്ടില്ലെങ്കിൽ ചിന്നമ്മ അമ്മ വലിയ വായിലേക്ക് കിടന്ന് വിളിച്ചു കൂവിക്കളയും. ശമ്പളമൊന്നും ഇതുവരെ തന്നിട്ടില്ല. തരുമായിരിക്കും. ഒന്നും ചോദിക്കരുതെന്നാണ് അയ്യപ്പൻ ചേട്ടൻ്റെ ഉപദേശം. നിൻ്റെ മുമ്പിൽ വളർന്നു വരുന്നത് ഒരു പെൺകൊച്ചല്ലേ? അവൾക്കൊരു ആവശ്യം വരുമ്പോൾ ജന്മി തരും. തരാതിരിക്കൂല. ഒന്നും മിണ്ടിയില്ലെങ്കിലും കുറച്ചെന്തെങ്കിലും തന്നിരുന്നെങ്കിലെന്ന് മനസ്സിൽ ചിന്തിക്കും. പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണോ ജാനുവിൻ്റെ വീട്? അയ്യോ, ഇതല്ലേ ബാബു മാഷ്? അമ്പരന്ന് പോയി. ഈ മാഷ് തൻ്റെ കുടിലൊക്കെ വരുമോ? ഭഗവാനെ, അത് കൊള്ളാമല്ലോ. അമ്മയല്ലേ? ജാനു എവിടെ? അകത്തുണ്ട്. എന്താ അവളിപ്പം ക്ലാസ്സിൽ വരാത്തത്? അവളുടെ ക്ലാസ് ടീച്ചറാണ്. 2-3 ദിവസമായി ജാനു ക്ലാസ്സിൽ വരാറേയില്ല. എന്ത് പറ്റിയെന്നറിയാനാണ് വന്നത്. അവൾക്ക് നല്ല സുഖമില്ല മാഷേ, അതാണ് വരാത്തത്. സുഖമില്ലാത്ത കുട്ടിയാണെന്ന് എനിക്ക് പറയാം. അതൊക്കെ ക്രമേണ കൊണ്ട് മാറിക്കോളും. കൂട്ടുകാരികളെ ഉപദ്രവിക്കാതിരുന്നെന്ന് പഠിച്ചാൽ മതി. പുറത്തേക്ക് ഇറങ്ങി വന്ന ജാനുവിനെ അടുത്തേക്ക് വിളിച്ചു. നിങ്ങളുടെ അടുത്ത് വാ കുട്ടി. നീ എന്താ ക്ലാസ്സിലേക്കില്ലേ? നീ പഠിത്തം നിർത്തിയോ? അയ്യോ, പഠിത്തം നിർത്തൂല മാഷേ. അവളെ നാളെ മുതൽ സ്കൂളിലേക്ക് അയച്ചോളാം. അയക്കണം. ഡോക്ടറെ കൊണ്ട് കാണിച്ചില്ലേ? പാലക്കാട്ടുള്ള ഡോക്ടറെയാണ് കാണിക്കുന്നത്. അവളൊരു ഗുളിക കുറിച്ച് തന്നിട്ടുണ്ട്. രാത്രി ആഹാരത്തിന് ശേഷം ഒരു ഗുളിക വീതം കൊടുക്കുന്നുണ്ട്. ഗുളിക മറന്നു പോകാതെ കൊടുക്കണം. നാളെ മുതൽ മറക്കാതെ കുട്ടിയെ സ്കൂളിൽ അയക്കണം. ഭർത്താവില്ലേ? ഉണ്ട്, അകത്തുണ്ട്. മോനും അകത്തുണ്ട്. അവനും സ്കൂളിൽ പോയിട്ട് 2 ദിവസമായി. അവനെന്ത് പറ്റി? അവനെന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ മാഷേ. 3-4 നേരം വല്ലതും വയർ വീർക്കുന്നത് വരെ കഴിക്കണം. കുട്ടികളല്ലേ, കുറച്ചുകൂടി ആകുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും. ഭർത്താവിന് എന്താണ് ജോലി? ഒരു ജോലിയുമില്ല മാഷേ. ആരും ജോലിക്ക് നിർത്തൂല. പാടത്ത് പോയാൽ തൂമ്പായും കൊണ്ട് നോക്കിക്കൊണ്ടൊരു നിൽപ്പ്. ഏത് ജോലിക്കും അതിയാനെ കൊള്ളൂല. ഞാനും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കൂടെ പണിയെടുത്താണ് കുടുംബത്തിൽ തീ പുകയ്ക്കുന്നത്. ഒരു മണവും കൊണവും ഇല്ലാത്തവൻ. സഹിക്കാനല്ലേ പറ്റൂ. 2 കുട്ടികളായിപ്പോയില്ലേ. അത് 2 മന്ദബുദ്ധികൾ. തീറ്റയ്ക്ക് മാത്രം ഒരു നിയന്ത്രണവുമില്ല. ഏതായാലും സ്കൂളിൽ അയക്കാതിരിക്കരുത്. എങ്ങനെയെങ്കിലും 10 ജയിപ്പിച്ചെടുത്താലേ വല്ല ജോലിയും കിട്ടണമെങ്കിലും പറ്റൂ. നീ നിൻ്റെ അനിയനെയും വിളിച്ചുകൊണ്ട് നാളെ സ്കൂളിൽ വരണം കേട്ടോ. ജാനുവിൻ്റെ അനുജൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ജഗൻ എന്നാണ് മാഷേ പേര്. ചെല്ലടി, ചെന്ന് ജഗനെയും അച്ഛനെയും കൂട്ടി വാ. മാഷ് വന്ന് നിൽക്കണമെന്ന് പറ. ഓ വേണ്ട, ഞാൻ പോകുന്നു. ഞാൻ ജാനുവിനെ കാണാനാണ് വന്നത്. അവൾ എൻ്റെ ക്ലാസ്സിലെ ശേഷി കുറഞ്ഞ ഒരു കുട്ടിയാണല്ലോ. അതുകൊണ്ട് വന്നതാണ്. ഞാൻ പോകട്ടെ. അവൾ മടിച്ചു നിന്നാലും നിർബന്ധിച്ച് തന്നെ സ്കൂളിൽ അയക്കണം. സരസു ഏത് പാടത്താണ് ജോലിക്ക് പോകുന്നത്? ഞാനൊരു വീട്ടിലാണ്. വേലിക്കൽക്കാരുടെ വീട്ടുവേലയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അവരുടെ പണിക്കാരാണ്. വേലിക്കൽ കുടുംബമോ? അതാരാണ്? മധുസൂദനൻ മൂത്താര്. സ്കൂളിലൊക്കെ എപ്പോഴും വരും. അവരുടെ മക്കൾ ഇന്ന് ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണ് ഗൗരി. 10ലായി. മൂത്ത കുട്ടിയാണ് ശാരി. അവർ കോളേജിലാണ്. മധുസൂദൻ നായരെ എനിക്കറിയുമല്ലോ. സ്കൂളിലെ PTA പ്രസിഡൻ്റ് അല്ലേ? അതേലോ. ഈ മഞ്ഞള്ളൂരിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള കുടുംബമാണ് വേലിക്കൽ. ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. എനിക്കിനി കൊടുവായൂർ ബസ് പിടിക്കാനുള്ളതാണ്. മാഷിന് ഇവിടെ എവിടെയെങ്കിലും താമസിച്ചുകൂടെ? നോക്കട്ടെ, പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. യാത്ര പറഞ്ഞ് പിരിഞ്ഞു. പിറ്റേ ദിവസം സരസു വേലിക്കൽ ജോലിക്ക് ചെന്നപ്പോൾ സരസു ഗൗരിയോട് പറഞ്ഞു. ഗൗരിക്കുഞ്ഞിൻ്റെ സ്കൂൾ മാഷ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. മാഷോ? ഏത് മാഷ്? ജാനുവിൻ്റെ ക്ലാസ്സിലെ പുതുതായി വന്ന മാഷില്ലേ, ആ മാഷ്. ജാനു സ്കൂളിൽ ചെല്ലാത്തത് എന്തെന്ന് അന്വേഷിച്ചു വന്നിരിക്കുന്നു. അയ്യോ, ഞാനറിഞ്ഞില്ല. മാഷ് എങ്ങനെ സരസു ചേച്ചിയുടെ വീട് കണ്ടുപിടിച്ചു? ആരുടെയെങ്കിലും ചോദിച്ചിരിക്കും. അവൾ സ്കൂൾ പോയിട്ട് 2-3 ദിവസമായി. അതുകൊണ്ട്. ആരുടെ കാര്യമാണ് സരസു ചേച്ചി പറഞ്ഞത്? മൂത്ത മകൾ ശാരി പുറത്തേക്ക് വന്ന് ചോദിച്ചു. ഞങ്ങളുടെ സ്കൂളിലെ മാഷ് സരസു ചേച്ചിയുടെ വീട്ടിൽ ചെന്നിരുന്നു. ജാനു സ്കൂളിൽ ചെല്ലാത്തത് എന്തെന്നറിയാൻ. അതേത് മാഷടി? അത്രയ്ക്ക് സ്കൂളിനോട് താല്പര്യമുള്ള മാഷ്? അതൊരു പുതിയ മാഷാണ് ചേച്ചി. എല്ലാ പേരും പറയുന്നത് വലിയ സാഹിത്യകാരനാണെന്ന്. ഒരുപാട് നോവലുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന്. കൊടുവായൂരാണ് താമസം. ഞാൻ പറഞ്ഞ് മാഷ് പോയിട്ട് വരുന്നതിനേക്കാളും ഇവിടെ എവിടെയെങ്കിലും താമസിച്ചൂടെ എന്ന്. ഇവിടെ പുതിയതല്ലേ, ആലോചിക്കണം. നല്ല മാഷ് തന്നെ. ശാരിക്കുഞ്ഞൊന്ന് കാണണം. നല്ല സിനിമ നടനെ പോലിരിക്കും. വെളുത്ത തുടുത്ത ഒരു ചുരുണ്ട മുടിക്കാരൻ. കാണാൻ നല്ല ചേര്. ഓ ചേര്, മാഷ് തന്നെയല്ലോ. കാര്യം നിസ്സാരമായി പറഞ്ഞിട്ട് ഉള്ളിലെ മുറിയിലേക്ക് പോയി. സരസു തൻ്റെ ജോലികളിൽ മുഴുകി. ജാനുവിനെ സ്കൂളിൽ അയക്കാമെന്ന് മാഷിനോടോ ഏറ്റോ സരസു ചേച്ചി?
ഗൗരി ചോദിച്ചു. കൊണ്ടു ചെന്നാക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ലേലും മാഷ് ഇത്രയിടം വന്ന് പറഞ്ഞതല്ലേ. ഈ മാഷിൻ്റെ സ്ഥലം എവിടാ? കൊടുവായൂരിലാണെന്നാണ് തോന്നണത്. മാഷ് നല്ല മാഷാണെന്ന് തോന്നണം. ആയിരിക്കും. മാഷിന് താമസിക്കാൻ സ്ഥലമൊക്കെ കിട്ടിയോ എന്തോ? ഒന്നും പറഞ്ഞില്ല. കൊടുവായൂർക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ആ, എന്തോ ആകട്ടെ. സ്കൂളിൽ ടീച്ചേഴ്സിനും മാഷുമാർക്കും പ്രത്യേകം സ്റ്റാഫ് റൂമൊന്നുമില്ല. ഒരു ക്ലാസ് മുറിയിൽ ഒരു തട്ടി കുറുകെ വെച്ച് മറിച്ചിട്ടാണ് സ്റ്റാഫ് റൂം വേർതിരിച്ചിരിക്കുന്നത്. ബെഞ്ചുകളും ഡെസ്കുകളും ഇട്ട് അധ്യാപകർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ടീച്ചർമാരാണ് കൂടുതലുള്ളത്. മാഷന്മാർ കുറവാണ്. ആകെ 15 അധ്യാപകരേ ഉള്ളൂ. അതിൽ മാഷന്മാർ ആകെ 5 പേരേ ഉള്ളൂ. ബാക്കി എല്ലാ പേരും ടീച്ചർമാരാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാനും മറ്റു പ്രയാസമായിരിക്കും എന്ന കാര്യം ഹെഡ് മിസ്ട്രസ് രക്ഷാകർതൃ മീറ്റിങ്ങിൽ വിശദമാക്കിയിരിക്കുന്നു. അപ്പോൾ അതിനെന്താണ് ഒരു പോംവഴി? വളരെ പണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു മേലധികാരി താനുൾപ്പെടെ ഇരുന്ന ഒരു വേദിയിൽ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. സന്നദ്ധരായ അധ്യാപകരും സന്നദ്ധരായ വിദ്യാർത്ഥികളും ഉള്ള വിദ്യാലയം വികസന കാര്യങ്ങളിൽ മുന്നോട്ട് തന്നെ പോകും. ഭൗതിക സാഹചര്യം ഒരുക്കുന്നത് മുതൽ വിജ്ഞാന വിസ്ഫോടനം സൃഷ്ടിക്കുന്നതിൽ 100% മാതൃകരായി തീരും. തീർച്ചയാണത്. പക്ഷേ 4 മണിയാകുമ്പോൾ കുട്ടികളെക്കാളും മുന്നേ അധ്യാപകർ കുടയും ഭാഗമെടുത്ത് സ്കൂളിന് പുറത്തേക്ക് ഓടിയാൽ എങ്ങനെ വികസനം സാധ്യമാകും? വിജയശതമാനം വർദ്ധിക്കും. ആലോചിക്കണ്ടേ? അധ്യാപകർ വെറുമൊരു ശമ്പളം പറ്റുന്ന വ്യക്തിയായി അധപതിക്കരുത്. 4, 3, 7 എന്ന കണക്ക് പഠിപ്പിക്കൽ മാത്രമല്ല ഒരു കണക്കധ്യാപകൻ്റെ ജോലി. ഇല്ലാത്ത ചരിത്ര വസ്തുക്കൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ചു പോകുകയല്ല ഒരു ചരിത്രാധ്യാപകൻ്റെ ജോലി. ഇങ്ങനെ ഓരോ അധ്യാപകനും തന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം വളരെ വലുതാണെന്ന് നാം ഓർക്കണം. തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ജീവിത സാഹചര്യം, രക്ഷാകർത്താക്കളുടെ ജീവിത സൗകര്യങ്ങൾ, കുടുംബ പശ്ചാത്തലം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കണം. അത് വെറുമൊരു കേസ് സ്റ്റഡിയിൽ ഒതുങ്ങരുത്. വിദ്യാർത്ഥികളിലൂടെ നാം അവരുടെ കുടുംബ പശ്ചാത്തലത്തിലെ വികലതകൾ കണ്ടെത്തണം. അങ്ങനെ പഠിക്കുവാനുള്ള അന്തരീക്ഷം കുടുംബത്തിലൊരുക്കണം. അതിന് നമുക്ക് ഉത്തരവുകളല്ല, സ്നേഹമാണ് നമ്മുടെ ആമുഖം. സ്നേഹിക്കുക, സ്നേഹിക്കുവാൻ പഠിപ്പിക്കുക. ഒരു ക്ലാസ് അധ്യാപകൻ ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് ഒരു വിക്ഷോഭം നടത്തുന്ന ആൾ മാത്രമാവരുത്. ഓരോ വിദ്യാർത്ഥിയുടെയും സുഹൃത്തും ഉപദേശകനും സഹായിയുമായി മാറണം. അധ്യാപകൻ അവൻ്റെ മാതാവിനും പിതാവിനും തുല്യനോ അതിനേക്കാളുപരി സ്നേഹമുള്ളവനാണെന്ന് അവർ വിശ്വസിക്കണം. അതുപോലെ രക്ഷാകർത്താവിന് അത് ബോധ്യമാകണം. ടീച്ചർ അല്ലെങ്കിൽ മാഷ് തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ സുഹൃത്തും ഉപദേശകനും മാനസികമായ വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയാണെന്ന് സ്വയം മനസ്സിലാക്കണം. സ്കൂളിലെ അധ്യാപകരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ സമയബന്ധിതമായി രക്ഷാകർതൃ സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാവുന്നതേയുള്ളൂ. ഹെഡ് മാസ്റ്റേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞുവന്ന ഹെഡ് മിസ്ട്രസ് DEOയെ നാളെ തന്നെ ഓഫീസിൽ ചെന്ന് കാണണമെന്ന് തന്നോട് പറഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് രാവിലെ പാലക്കാട്ടുള്ള DEO ഓഫീസിൽ പോകാൻ തീരുമാനിച്ചതുകൊണ്ട് ക്ലാസ്സിലെ കുട്ടികളോട് നാളെ താൻ കാണുകയില്ലെന്നും ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇരുന്ന് പഠിക്കാൻ നോക്കണമെന്നും പറഞ്ഞേൽപ്പിച്ചു. സരസുവിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞതിന് ഫലമുണ്ടായി. ജാനു സ്കൂളിൽ വന്നു തുടങ്ങി. അതുപോലെ അവൻ്റെ അനുജൻ ജഗനും വന്നു തുടങ്ങി. ജാനുവിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നോട്ട് ബുക്കിലൊക്കെ വെറുതെ പൂജ്യമിട്ട് വയ്ക്കുകയില്ലാതെ ഒന്നും എഴുതാറില്ല. എന്തെങ്കിലും ചോദിച്ചാൽ എഴുന്നേറ്റ് മിണ്ടാതെ ഇരിക്കും. എങ്ങനെയെങ്കിലും പഠിച്ചില്ലെങ്കിലും പരീക്ഷ എഴുതട്ടെ. ഇപ്പോൾ മന്ദബുദ്ധികൾക്കും മറ്റും ധാരാളം സൗകര്യങ്ങൾ പഠിത്തത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ചിലപ്പോൾ വല്ല പ്രയോജനവും കിട്ടിയാലോ. കൊടുവായൂർ ബസ് സ്റ്റാൻഡിൽ പാലക്കാട്ടേക്കുള്ള ബസ് കാത്തു നിന്നപ്പോൾ മുന്നിലൊരു കാർ വന്നു നിന്നു. മാഷേ, എങ്ങോട്ടാ? സ്കൂളിലെ PTA പ്രസിഡന്റ് മധുസൂദനൻ നായരാണല്ലോ കാറിൽ. കാര്യം പറഞ്ഞു. ഞാൻ പാലക്കാട്ടേക്കാണ്. ഇതെൻ്റെ മൂത്ത മോളാണ് ശാരി. വിക്ടോറിയ കോളേജിൽ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ്. ഇവളെ കോളേജിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. വാ മാഷേ, കയറൂ. ഫ്രണ്ടിലോട്ടിരിക്കുക. DEOയിൽ വിശേഷിച്ച് ഒന്ന് ചെന്ന് കാണുമെന്ന് പറഞ്ഞു. കാര്യം ചെന്നാലേ അറിയൂ. മോള് പോയിട്ട് വരുന്നോ? അല്ലല്ല, ഹോസ്റ്റലിൽ തന്നെ. വരണമെന്ന് തോന്നുമ്പോൾ ഇവൾ ഫോൺ ചെയ്യും. ഞാൻ വണ്ടി അയച്ചു കൊടുക്കും. വീട്ടിൽ ഇവൾക്ക് സ്വൈരമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റൂല. പണിക്കാരുടെയും മറ്റും ബഹളമല്ലേ. അതുകൊണ്ടാണ് ഹോസ്റ്റലിലാക്കിയത്. PG കഴിഞ്ഞ് PhD ചെയ്യണമെന്നാണ് ഇവൾ പറയുന്നത്. അതാണ് നല്ലത്. PhD കൂടെ എടുത്താൽ ഒരു നല്ല പൊസിഷൻ കിട്ടും. മാഷിൻ്റെ നോവലുകളൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിൽ ഒരു ലിറ്റററി ക്ലബ്ബുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിബേറ്റുകളും സെമിനാറുകളും ഒക്കെ നടത്താറുണ്ട്. ഒരിക്കൽ മാഷിൻ്റെ ആത്മനിവേദിതം എന്ന നോവൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. നല്ലത്. ഞങ്ങളുടെ കോളേജിലൊക്കെ വരണം. ഏതെങ്കിലും ഫംഗ്ഷന് മാഷിന് വരാമല്ലോ. വരണം. മാഷേ, ഇവളൊരു വിദ്യാർത്ഥി നേതാവ് കൂടിയാണ്. SF-ൻ്റെ സജീവ പ്രവർത്തകയാണ്. ഈ അച്ഛനാണ് എന്നെ SF ആക്കിയത്. അല്ലാതെ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു. മാഷിന് രാഷ്ട്രീയമോ വല്ലതുമുണ്ടോ? ഞങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ. ഞങ്ങൾക്കെന്ത് രാഷ്ട്രീയം? എനിക്ക് എൻ്റെ കുടുംബത്തിനും സ്പഷ്ടമായ രാഷ്ട്രീയമുണ്ട്. ഞാൻ CPM പ്രവർത്തകനാണ്. പിശാചുക്കളുടെയും ദൈവങ്ങളുടെയും ലോകത്തിൽ തന്നെയാണ് ഞാനും പിറന്നതും വളർന്നതും. പക്ഷേ ഞാൻ ക്രമേണയാണ് അധ്വാനിക്കുന്ന വർഗത്തിൽ യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്തിയത്.
ഒരുപാട് ഗൃഹപാഠം ചെയ്തിട്ടാണ് മാഷ്ക്ക് ഞാനീ പറയുന്നത്. ബോറടി ആവുന്നുണ്ടോ? ഇല്ല, തീരെയില്ല. പിന്നെന്താ സാറി കൊച്ചു പ്രദേശത്ത് ഒതുങ്ങി കഴിയുന്നത്? മറ്റൊന്നും കൊണ്ടുമല്ല, എൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പൊതുരംഗത്ത് നിൽക്കാൻ സഹായിക്കുന്നതല്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് മുട്ടാൻ പോയില്ല. വേണ്ടെന്ന് വച്ചു. എൻ്റെ ലോക്കൽ പ്രവർത്തനങ്ങൾ മതിയെന്ന് അങ്ങ് തീരുമാനിച്ചു. കുട്ടിക്കൃഷ്ണ മേനോനെ കേട്ടിട്ടുണ്ടോ? മാഷാണ്. ഞങ്ങളെല്ലാം ഒരു പാർട്ടി ക്ലാസ്സുകളിൽ പഠിച്ച് വളർന്നവരാണ്. ഇപ്പോൾ മാഷ് സംസ്ഥാന കമ്മിറ്റിയിലായി. എനിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തുടരാനാണ് ഇഷ്ടം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അല്ലേ? അതെങ്ങനെ? മാഷിന് രാഷ്ട്രീയം തീരെയില്ലേ? മാഷ് പറയുന്നതാണച്ചാ. മാഷിൻ്റെ നോവലുകളിലെല്ലാം ഒരു ഗോർക്കി സ്റ്റൈൽ കാണാനുണ്ട്. ഗോർക്കിയുടെ അമ്മയെപ്പോലെ ഒരമ്മ. ആത്മനിവേദന എന്ന നോവലിൽ പിന്നെങ്ങനെ കയറി വന്നു? എൻ്റെ നോവലിൽ അങ്ങനെ ചില സൂചനകൾ വന്നത് യാദൃശ്ചികമാവാം. അതത്ര കാര്യമാക്കാനില്ല. അങ്ങനെയാകട്ടെ, നമുക്ക് സ്കൂളിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിലത് സംസാരിക്കാം. മാഷ് പറഞ്ഞത് ഞാനൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. പക്ഷേ മാഷ് പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തി പദത്തിലെത്തിക്കാൻ കൂട്ടായ പരിശ്രമം വേണ്ടേ? വേണമല്ലോ. ബെല്ലടിക്കുന്ന പ്യൂൺ മുതൽ ഓരോ കുട്ടിയുടെയും രക്ഷാകർത്താക്കൾ വരെ ഒന്നായി ഒരു മനസ്സോടെ പ്രവർത്തിക്കണം. ഒത്തുപിടിച്ചാൽ ഇളകാത്ത മലയൊന്നുമല്ലിത്. നമ്മുടെ സ്കൂളും വിദ്യാർത്ഥികളും ഈ ജില്ലയാകെ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇല്ലെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും ഒന്നാമത് ആകണമെങ്കിൽ നമുക്കൊന്നായി കെട്ടുറപ്പോടെ കാര്യങ്ങൾ നടത്താനുള്ള ആർജവം കാട്ടണം. മനസ്സുകൊണ്ടും വബുസ്സുകൊണ്ടും നാം തയ്യാറാവണം. അതെങ്ങനെ? എങ്ങനെയെന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് ഒന്നുകൂടി ആലോചിക്കാം. ഒരു ദിവസം കൊണ്ട് സ്കൂളിൻ്റെ യശസ് ഉയർത്തിക്കളയാമെന്നൊന്നും ആശിക്കരുത്. അതിനായി നമുക്ക് ഒരു പാക്കേജ് ഉണ്ടാകണം. ഏതേതിന് ആദ്യം പരിഗണന കാണണമെന്നൊക്കെ നമുക്ക് ആലോചിക്കണം. നിങ്ങൾ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയും. അതെങ്ങനെ മാഷേ? ഞാനത് സഞ്ചാരത്തിനിടയിൽ പറഞ്ഞാൽ ശരിയാവില്ല. PTA ആലോചിച്ചിട്ട് ഹെഡ് മിസ്ട്രസ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ട കാര്യമാണ്. മധുസൂദൻ നായർ DEO ഓഫീസിൽ തന്നെ കൊണ്ടിറക്കിയിട്ട് മകളെ കോളേജിൽ കൊണ്ടുവിടുവാൻ തിരിഞ്ഞപ്പോൾ പറഞ്ഞു. മാഷ് വീട്ടിലോട്ട് എന്നാ വരുന്നത്? വീടത്ര ദൂരത്തല്ല. എന്ന് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി അയക്കാം. അല്ലേ? അതൊന്നും വേണ്ട, ഞാൻ വരാം, വന്നുകൊള്ളാം. എന്ന് വരുമെന്ന് അച്ഛനെ നേരത്തെ അറിയിക്കണേ. എങ്കിലല്ലേ അച്ഛനെ എന്നെ വിളിച്ച് പറയാൻ പറ്റൂ. നീ വരുന്നത് എന്തിനെന്നോ? കൊള്ളാം. മഞ്ഞളൂർ HSലെ അധ്യാപകനെയല്ല, കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു സാഹിത്യകാരനെ കാണാനും സംസാരിക്കാനും സംവദിക്കാനും ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിന് അവകാശമില്ലേ? ശാരി ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. ശരി മാഷേ. ശരി. വണ്ടി മുന്നോട്ട് നീങ്ങി. DEO സ്ഥലത്തുണ്ടാവുമോ എന്നറിയാതെയാണ് വന്നത്. കാണുമോ? അകത്തേക്ക് കയറി. ഓഫീസിൽ ഓരോരുത്തരുടെ അടുത്തും ആൾക്കാരുണ്ട്. എല്ലാ പേർക്കും DEOയെ കൊണ്ട് സാധിക്കേണ്ടുന്ന കാര്യങ്ങൾ ചില്ലറയൊന്നുമല്ലല്ലോ. ഫിക്സേഷൻ, പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരുടെ ശമ്പള ബില്ലുകൾ, അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ഡയറക്റ്റ് പോസ്റ്റിങ്ങിൽ DEOയുടെ സ്ഥാനം ലഭിച്ച ആളാണ് പാലക്കാട് DEO. പ്രൊമോഷൻ കിട്ടി വന്ന ആളല്ലാത്തതുകൊണ്ട് ആൾ ചെറുപ്പമാണ്. കുഞ്ഞികൃഷ്ണൻ പീറ്റക്കണ്ടി എന്നാണ് പേര്. ഒരു പ്രാവശ്യമോ മറ്റോ കണ്ടിട്ടുണ്ടെന്നേയുള്ളൂ. ഓഫീസ് സൂപ്രണ്ടിനോട് ചോദിച്ചു. DEO മുറിയിലുണ്ട്. അവിടെ ഇപ്പോൾ ചെല്ലേണ്ട. ഒരു ഹിയറിംഗ് നടക്കുകയാണ്. മാഷ് ആ കസേരയിലേട്ട് ഇരുന്നോളൂ. മാഷ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം. കഥ തുടരും.